ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ക്രീമി ആയിട്ടുള്ള നല്ല വൈറ്റ് കളറിലുള്ള ഒരു വെജ് കുറുമ തയ്യാറാക്കി എടുത്താലോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അതുപോലെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുറുമയാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കാബോളി കടലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു കടലക്ക് എന്താണ് പേര് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദാ നമ്മുടെ ഈ ഒരു കടല നമുക്ക് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനൊരു കുക്കറിലോട്ട് മാറ്റുകയാണ്. ഇതിൽ നമ്മൾ കടല മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു കടല ഒരു 80% കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓവറായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി തീരെ വെന്തിട്ടില്ലെങ്കിൽ അത് ഒരു 80% ഒന്ന് കുക്കാക്കി എടുക്കണേ. ഇനി ഇതിലോട്ട് വെജിറ്റബിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസായിട്ടല്ല, എന്നാൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ടല്ല കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ക്യാരറ്റും അതുപോലെ പൊട്ടാറ്റോ ഒക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതും കൂടിയും ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു വെജിറ്റബിളും അതുപോലെ തന്നെ നമ്മുടെ കടലയൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അതിലെ പ്രഷർ കളയണ്ട. ഇനി നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂ അതുപോലെ തന്നെ പട്ടയാണ്. ഒരു 3-4 ഗ്രാമ്പും ചെറിയ 3-4 പീസ് പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഈ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. മീഡിയം വലുപ്പത്തിലൊരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക. നമ്മൾ ഈ ഒരു കറിക്ക് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രം ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാളൻ്റെ ഒക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലോട്ട് മസാല പൗഡേഴ്സായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്, പെപ്പർ പൗഡർ. അപ്പോൾ നിങ്ങളെ എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇത് വൈറ്റ് ആയിട്ട് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് തക്കാളി ഒന്നും ചേർക്കൂല കേട്ടോ. പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കടലയും അതുപോലെ പൊട്ടാറ്റോയും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ ക്യാരറ്റും പൊട്ടാറ്റോ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കടലയും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എടുക്കുന്ന സമയത്ത് ക്യാരറ്റ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തതാണ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് തേങ്ങാപ്പാൽ കൂട്ടിയിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല ക്രീമി ആയിട്ട് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു വൈറ്റിഷ് കളറും ഉണ്ടാവും. എന്നാൽ ആ ഒരു കടലിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കറിക്ക് ഉണ്ടാവും. ഇതിലോട്ട് നമ്മൾ ഒരു തേങ്ങയുടെ പാല്, നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഓൾറെഡി കുറച്ചധികം പാലുണ്ടായിരുന്നു. നമ്മൾ അരച്ചെടുക്കാനും വേണ്ടിയിട്ട് പാല് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഓവറായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് നമ്മളിതിലോട്ട് കടല അരച്ച് ചേർത്തതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറിക്ക്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഇത് ചൂട് ആറിക്കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഈ ഒരു കാണുന്ന ലൂസൊന്നും അപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കറക്റ്റ് ആക്കിയിട്ട് വേണം ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചധികം മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതോടെയും ചേർത്ത് കൊടുക്കുക. വെള്ളപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പത്തിരിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോംബോയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.